എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഹാകവി കാളിദാസനെ പറ്റിയുള്ള ഒരു കഥ കേൾക്കാം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന 9 കവിരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസൻ. അദ്ദേഹം ഭോജരാജാവിൻ്റെ സദസ്സിലും ഉണ്ടായിരുന്നതായി ശ്രുതിയുണ്ട്. കാളിദാസൻ ജന്മന ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ബാല്യം തൊട്ടേ നന്നായി വിദ്യാഭ്യാസം ചെയ്ത് യൗവനത്തിൽ തന്നെ വലിയ വിദ്വാനായി തീർന്നു. വലിയ ശിവഭക്തനായിരുന്ന കാളിദാസൻ ശിവദർശനം ചെയ്യാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് നിഷ്ഠിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാളിദാസൻ ദേവദർശനത്തിനായി ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എന്തോ അപശബ്ദം തോന്നിയപ്പോൾ കാളിദാസൻ ആ യോഗിയെ പരിഹസിച്ചു. ഇതു കേട്ട് കോപിച്ച യോഗി, "നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ" എന്ന് കാളിദാസനെ ശപിച്ചു. ആ ശാപവചനം കേട്ട് വിഷണ്ണനായ കാളിദാസൻ സന്യാസിയുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. കാളിദാസനോട് അലിവ് തോന്നിയ സന്യാസി പറഞ്ഞു, "ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കും. അപ്പോൾ നിന്റെ ബുദ്ധിമാന്യം നീങ്ങി പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായി തീരും." എങ്കിലും അന്നു മുതൽ യോഗി ശാപത്താൽ കാളിദാസൻ മൂഢനും ബുദ്ധിമാന്യം സംഭവിച്ചവനുമായി തീർന്നു. അക്കാലത്ത് അവിടെ സർവാംഗ സുന്ദരിയും വലിയ വിദുഷിയുമായ ഒരു പ്രഭുപുത്രി ഉണ്ടായിരുന്നു. അവളുടെ യോഗ്യത കേട്ട് അനേകം വിദ്വാൻമാർ അവളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ച് അവിടെ എത്തിച്ചേർന്നു. എന്നാൽ അവൾ തന്നെ ശാസ്ത്രവാദത്തിൽ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് നിശ്ചയിച്ചിരുന്നു. പക്ഷേ അവളെ വെല്ലുവാൻ ആർക്കും സാധിച്ചില്ല. അവളുടെ കല്യാണപ്രായം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ പ്രഭുകുമാരിയുടെ അച്ഛൻ, "ഇനി ശാസ്ത്രവാദവും മറ്റും വേണ്ട, യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കണം" എന്ന് നിശ്ചയിച്ച് എഴുത്തും കൊടുത്ത് ഓരോരുത്തരുടെ അടുക്കൽ തൻ്റെ ഭൃത്യന്മാരെ അയച്ചു. പക്ഷേ ആരും തന്നെ പ്രഭുകുമാരിയെ വിവാഹം ചെയ്യുവാനായി വന്നില്ല. ഒടുക്കം പ്രഭു ആരെയെങ്കിലും തേടിക്കൊണ്ടുവന്ന് കുമാരിയുടെ വിവാഹം നടത്തുവാൻ ഭൃത്യന്മാരെ ചട്ടം കെട്ടി. യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകം ആളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ ഒരൊന്നാന്തരം മൂഢനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് ഭൃത്യന്മാരെല്ലാം കൂടി ഉറപ്പിച്ചു. അങ്ങനെ അവർ ഒരു മൂഢനെ തേടി പുറപ്പെട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാഴ്ചയിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് അയാൾ ഇരിക്കുന്ന കൊമ്പിൻ്റെ കട തന്നെ മുറിക്കുന്നത് അവർ കണ്ടു. പ്രഭുകുമാരിക്കു പറ്റിയ മൂഢൻ ഇയാൾ തന്നെ എന്ന് ഭൃത്യന്മാർക്ക് മനസ്സിലായി. അവർ അയാളെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭുഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. കാളിദാസനായിരുന്നു ആ സുന്ദരനായ ചെറുപ്പക്കാരൻ. അങ്ങനെ പ്രഭു എത്രയും പെട്ടെന്ന് കാളിദാസനുമായി തൻ്റെ പുത്രിയുടെ വിവാഹം നടത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകൾ കണ്ടപ്പോൾ കുമാരിക്ക് കാളിദാസൻ ഒരു മൂഢനാണെന്ന കാര്യം മനസ്സിലായി. ഈ പുരുഷനോട് കൂടി ജീവിക്കുന്ന കാര്യം പ്രയാസം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുമാരി കാളിദാസനെ നിരാകരിച്ചു. തൻ്റെ ഭാര്യയുടെ ധിക്കാരം അദ്ദേഹത്തിന് സഹിച്ചില്ല. അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്നിറങ്ങി വനത്തിനുള്ളിലേക്ക് യാത്രയായി. അവിടെയൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു. തന്നെ ഈ രാത്രിയിൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ച് ചോര കുടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ ചെയ്യട്ടെ എന്ന് കരുതിയാണ് കാളിദാസൻ അങ്ങോട്ട് പോയത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദേവി എവിടെയോ പോയിരിക്കുകയായിരുന്നു.
ക്ഷേത്രവാതിൽ തുറന്നു കിടന്നിരുന്നു. കാളിദാസൻ അകത്തു കടന്ന് വാതിലടച്ച് അവിടെയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവി മടങ്ങി വന്നു. അപ്പോൾ ക്ഷേത്രവാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് അകത്താരോ ഉണ്ടെന്ന് ദേവിക്ക് മനസ്സിലായി. ദേവി ചോദിച്ചു, "അകത്താര്?" അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യപൂർവം തിരിച്ചു ചോദിച്ചു, "പുറത്താര്?" മനുഷ്യ സഞ്ചാരം തുടങ്ങുന്നതിനു മുമ്പ് അകത്തു കടക്കേണ്ടത് അത്യാവശ്യമായിരുന്നതിനാൽ ദേവി ബദ്ധപ്പെട്ടു പറഞ്ഞു, "പുറത്ത് കാളി." അപ്പോൾ കാളിദാസൻ, "എന്നാൽ അകത്തു ദാസൻ" എന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൽ ദേവി സന്തുഷ്ടയായി. ദേവി പ്രസാദിച്ചുകൊണ്ട് ചോദിച്ചു, "കാളിദാസ, നിനക്ക് എന്താണ് വേണ്ടത്? വാതിൽ തുറക്കുക." അതു കേട്ട് കാളിദാസൻ പറഞ്ഞു, "അമ്മേ, എനിക്ക് വിദ്യയാണ് വേണ്ടത്. അത് തന്നല്ലാതെ ഞാൻ വാതിൽ തുറക്കില്ല." ഉടനെ ദേവി, "എന്നാൽ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് കാട്ടുക" എന്നു പറഞ്ഞു. കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടിയപ്പോൾ തൻ്റെ ശൂലത്തിൻ്റെ അഗ്രം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതി. ആ ക്ഷണത്തിൽ കാളിദാസന്റെ ബുദ്ധി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനും മഹാകവിയുമായി തീരുകയും ചെയ്തു. ഉടനെ കാളിദാസൻ വാതിൽ തുറന്ന് ദേവിയുടെ മുന്നിൽ ചെന്നു. അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഏതാനും ശ്ലോകങ്ങൾ ചൊല്ലി ദേവിയുടെ പാദത്തിൽ നമസ്കരിച്ചു. ദേവി പ്രസാദിച്ച് കാളിദാസ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കാളിദാസൻ എന്ന പേര് സിദ്ധിച്ചത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് വേറെ എന്തോ ആയിരുന്നു. നേരം വെളുത്തപ്പോൾ കാളിദാസ മഹാകവി ആ പ്രഭുപുത്രിയുടെ അടുക്കൽ വീണ്ടും ചെന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ കാളിദാസൻ വലിയ വിദ്വാനായി തീർന്നുവെന്ന് കുമാരിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ പ്രഭുകുമാരി വീണ്ടും ഒരുക്കമായി. പക്ഷേ തന്നെ ഒരിക്കൽ ധിക്കരിച്ചവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ കാളിദാസൻ സന്നദ്ധനായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്നും യാത്ര തിരിച്ചു. എങ്കിലും ആ സ്ത്രീരത്നത്തെ അദ്ദേഹം ബഹുമാനിക്കാതെ ഇരുന്നില്ല. കാളിദാസന്റെ പ്രശസ്ത കാവ്യങ്ങളായ കുമാരസംഭവവും രഘുവംശവും മേഘസന്ദേശവും ആ പ്രഭുകുമാരിയുടെ സ്മരണയിലാണ് അദ്ദേഹം രചിച്ചത് എന്നാണ് വിദ്വാൻമാർ പറയുന്നത്. മഹാകവി കാളിദാസന് ദേവീപ്രസാദം സിദ്ധിച്ച കഥ ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.